ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പേജീസ് വേൾഡ്. ഇന്ന് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് കണ്ടോ, നല്ല മൂട്ടൻ പോത്തിന്റെ വാരിയല്ലാണ്. അപ്പൊ ഈ വാരിയല് നമുക്ക് നല്ല കനലിലൊന്ന് ചുട്ടെടുത്താലോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വാരിയൽ ചുടാനങ്ങ് പോയാലോ. അപ്പൊ നമുക്ക് ഇതിന്റെ നെയ്ഭാഗമൊക്കെ ഒന്ന് പയ്യൊന്ന് ചെത്തി അങ്ങോട്ട് മാറ്റി വെക്കാം. നല്ല നെയ്യൊക്കെയുള്ള അടിപൊളി പോത്താണിത്. ഞാൻ നെയ്യൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ നല്ലോണം കഴുകുന്നുണ്ട്. ഒരു 5-6 പ്രാവശ്യം നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഈ ചോരമയൊക്കെ ഒന്ന് നന്നായിട്ട് പോയി കിട്ടണം. അപ്പോൾ നമ്മുടെ കഴുകി വെച്ച വാരിയലിൻ്റെ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉണക്ക ചുവന്ന മുളക് പൊടിച്ചതാണ്. ഇത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇത്തിരി കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് വാളംപുളി പേസ്റ്റാക്കി എടുത്തതാണ്. ഇതും ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മുടെ ചുടാനുള്ള മസാലയൊക്കെ നല്ല അടിപൊളിയായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന അലുമിനിയം ഫോയിൽ പേപ്പറാണ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വാരിയൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു വാഴയില വാട്ടി അതിൻ്റെ മുകളിലേക്ക് വാരിയൽ വെച്ചിട്ടുണ്ട്. ഇനി ഫോയിൽ പേപ്പർ നല്ലോണം ഒന്ന് മടക്കി നല്ല സെറ്റാക്കി എടുക്കണം. ഒരു റൗണ്ട് പരുവത്തിൽ ഞാനിത് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പാക്കറ്റ് ഉപ്പ് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട്. ഈ ഉപ്പിൻ്റെ മുകളിലാണ് വാരിയൽ നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ മേൽവശത്തും ഉപ്പിട്ടിട്ട് വീണ്ടും ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ടിൽ ചുറ്റിയെടുക്കും. ഇനി ഇത് നൂൽക്കമ്പി ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കെട്ടിയെടുക്കണം. ഒരു തൂക്കിയിടാൻ പാകത്തിനായിട്ട് ഞാനൊരു നല്ല വണ്ണമുള്ളൊരു കമ്പിയും കൂടി ഇതിലേക്ക് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുപ്പ്. കനലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മുടെ വാരിയൽ ഇറക്കി വെക്കാൻ പോകുന്നത്. ഈ കനലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മേൽഭാഗത്തൊക്കെ ഇത്തിരി കനലിട്ട് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്തും നല്ല കനലായാൽ 2 ഭാഗത്തു നിന്നും നല്ല ചൂടിൽ നമ്മുടെ വാരിയൽ അടിപൊളിയായിട്ട് വെന്ത് വരും. അപ്പോൾ ഞാനൊരു ടിന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് മണ്ണിൽ പകുതിയോളം കുഴിച്ചിട്ടിട്ട് അതിലാണ് കനൽ സെറ്റ് ചെയ്തേക്കുന്നത്. നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് അടച്ച് അങ്ങ് വേവിക്കാം.
ഏകദേശം ഒരു 2 മണിക്കൂർ ഈ ടിന്നിൻ്റെ ഉള്ളിൽ കനലിൽ ഇതിരുന്ന് വേവണം. നമുക്കിതൊന്ന് പയ്യെ പൊക്കി നോക്കാം. ഇതൊന്ന് പയ്യെ പൊന്തിച്ച് നോക്കാം. നല്ല കനലുണ്ട്, നല്ല ചൂടാണ്, ടിന്നൊക്കെ നല്ല ചൂടാണ്. ഇനി കമ്പിയൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്കിതിൻ്റെ വേവൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് തട്ടിക്കളയാം. ഉപ്പൊക്കെ ഇട്ടേക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉള്ളു വെന്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. വാഴയിലൊക്കെ നന്നായിട്ട് വാടി കരിഞ്ഞിട്ടുണ്ട്. വാരിയിൽ നല്ല സൂപ്പറായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം ഇറച്ചിയിലും എല്ലിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ജ്യൂസി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ വാരിയലിൻ്റെ ഇടയ്ക്കുള്ള ഇറച്ചിയൊക്കെ നല്ല ജ്യൂസി പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണം. വാരിയലിൻ്റെ ഉള്ളിലുള്ള ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വാരിയലൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്. ഓരോ വാരിയലും നല്ല ലെയറായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഉണ്ടോ, വാരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് വിട്ട് വരുന്നുണ്ട്. ഓരോ ലെയറായി വിട്ട് വരുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം. നല്ല വാരിയലിൻ്റെ ഉള്ളിലോ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനിയും കാണാം. ബൈ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോയി പണിവാളിയുടെ